അപ്പോൾ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ അത്ഭുത സംഭവം, 3-ാം അധ്യായത്തില് യോഹന്നാൻ സ്നാപകൻ സ്നാനം നൽകുന്നതൊക്കെയും എഴുതിയിരിക്കുന്നു. നമ്മൾ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു വരുമ്പോൾ ലൂക്കോസ് എഴുതിയിരിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഇങ്ങനെ കൃത്യമായ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ യോഹന്നാൻ സ്നാപകൻ ജനങ്ങൾക്ക് സ്നാനം നൽകുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 2-ാം ദിവസം, അതായത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തില് പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ 2-ാം ദിവസം യേശു സ്നാനം സ്വീകരിക്കുന്നു. അപ്പോൾ 1-ാം ദിവസം യോഹന്നാൻ സ്നാപകൻ എല്ലാവർക്കും ജനങ്ങൾക്ക് സ്നാനം നൽകുന്നു. 2-ാം ദിവസം യേശുവിന്റെ മാമോദീസ,